പ്രണയമില്ലാത്ത കാമം റേപ്പായി മാറും. ശുദ്ധമായ പ്രണയമാണ് കാമം. കാമദേവനെ പുനർജനിപ്പിച്ചതിന് ശേഷമേ ലോകത്തിലുള്ള ജീവജാലങ്ങൾക്ക് വീണ്ടും കാമം എന്ന ആ ചിന്ത, മോഹം എന്നീ വാക്കിന് അർത്ഥം എടുക്കും. എന്റെ ഉപാസന കുറിച്ച് ഏതാണെന്ന് സാറിന് പറയാൻ പറ്റും? സരസ്വതി ദേവി. ശരിക്ക് പറഞ്ഞാൽ അറിഞ്ഞാരാധിക്കാമെങ്കിൽ കാളീദേവിയെ പോലെ ഒരു ആരാധനാമൂർത്തി ഇല്ലെന്ന് തന്നെ പറയാം. ഇന്ന് 120 വയസ്സ് വരുന്ന ആരും കാണത്തില്ല. 65, 70, 75. അല്ല, കാരണം ബിവറേജസ് ഉള്ളത് കൊണ്ട് അത്രയും പോയില്ല. അവർക്ക് വേണ്ടി കാമദേവൻ അത് ചെയ്തു. അതെ. കാമദേവൻ ഇല്ലാണ്ടായി. അവരൊരുമിച്ചതിന് ശേഷം അതെ, കാമദേവനെ അതെ, പുനർജനിപ്പിക്കുക. കാമദേവനെ പുനർജനിപ്പിച്ചതിന് ശേഷമേ ലോകത്തിലുള്ള ജീവജാലങ്ങൾക്ക് വീണ്ടും കാമം എന്ന ആ ചിന്ത, മോഹം എന്നീ വാക്കിന് അർത്ഥം എടുക്കും. കാമം എന്ന വാക്കിന് ആഗ്രഹം, പ്രണയം. അതെ, പ്രണയം, കറക്റ്റ്, അതാണ് കറക്റ്റ് വേർഡ്. സൃഷ്ടി, അതായത് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള മാനസികമായ അടുപ്പം. പ്രണയമില്ലാത്ത കാമം റേപ്പായി മാറും. പിന്നെ തീർച്ചയായിട്ടും ശുദ്ധമായ പ്രണയമാണ് കാമം. അതിനെ പലരും അവരുടെ സംസ്കാര ശൂന്യന്മാരായ ആളുകൾ പല രീതിയിൽ അതിനെ മ്ലേച്ഛമായിട്ട് മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുകയും കാണുകയും പറയുകയും ചെയ്യും. അങ്ങനെ കാമദേവൻ പുനർജനിക്കുക കൂടി ചെയ്തപ്പോൾ രതീദേവിയുടെ ആ വൈധവ്യമെന്ന് പറയുന്ന അവസ്ഥ മാറി. ഇപ്പം വിധവയല്ലല്ലോ. അല്ല. അപ്പം പാർവതി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. അപ്പം ആ പാർവതി മഹാദേവൻ്റെ പത്നിയായത് കൊണ്ടല്ല ശ്രേഷ്ഠയായത്. പിന്നെയോ പരാശക്തിയുടെ ഏറ്റവും ശക്തിയുള്ള ഭാവമാണ് പാർവതി. അതുകൊണ്ട് കൂടിയാണ് പാർവതിക്ക് ദേവിമാരിൽ ഏറ്റവും പ്രഥമഗണനീയമായ ഒരു സ്ഥാനം കൊടുത്തത്. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പരാശക്തിയുടെ ഏറ്റവും ശക്തിയായ ഭാവം ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് ലക്ഷ്മി, സരസ്വതി, കാളി, മഹാകാളി എന്ന് വേണം പറയാൻ. കാളിക്ക് തന്നെ എത്രയോ ഭാവങ്ങളുണ്ട്. ഭദ്രയും കാളിയും ഒന്ന് തന്നെ. പിന്നെ കാളിക്ക് വേറെ ഭാവങ്ങളുണ്ട് സാറേ. 10 കൈകളുള്ള കാളിയുണ്ട്, 8 കൈകളുള്ള കാളിയുണ്ട്, കാളിയുണ്ട്, മഹാകാളിയുണ്ട്. മഹാകാളി എന്ന് പറഞ്ഞാൽ അണ്ടകടാകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മഹാപ്രഭാവമാണ്. അമ്മയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അധർമ്മത്തെ ഉന്മൂലനം ചെയ്യലാണ്, അധർമ്മത്തെ ചുട്ടരിക്കലാണ്. ദാരികന്റെ ശിരസോട് കൂടിയ കാളി രൂപം, മഹാകാളി രൂപം. അതെ, മഹാകാളിയുണ്ട്. കാളിയൊക്കെ വർണ്ണിക്കാനിരുന്നാൽ നമ്മൾ എത്ര വർഷം പറഞ്ഞാലും തീരില്ല. അതാണ് കാളിയുടെ പ്രഭാവം. ആ കാളിയാണ് ഈ 14 ലോകത്തിലുമുള്ള തിന്മയെ അഥവാ മഹാപാപത്തെ കഴുകിക്കളയുന്നത്. അതാണ് കാളി മന്ത്രം ജപിക്കുന്നവനെ അമ്മ സംരക്ഷിക്കുകയും ചെയ്യും. അമ്മൻ ധർമ്മത്തിൻ്റെ മൂർത്തിഭാവത്തിലെത്തിക്കും അമ്മ. പക്ഷെ അവൻ അധർമ്മം ചെയ്താൽ അതിൻ്റെ തിരിച്ചടി വലുതുമായിരിക്കും. അല്ല, അതങ്ങനെയാണല്ലോ. സാധാരണ നിലയിൽ കാളി മന്ത്രം ചിട്ടയോടെ ഗുരുമുഖത്തു നിന്ന് സ്വീകരിച്ചിട്ട് ജപിക്കുന്നവൻ അവന് പാപം ചെയ്യാൻ തോന്നൂല. അമ്മ അവനെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ധാർമ്മിക മാർഗത്തിൽ കൊണ്ടുവന്ന് അവനെ ഉത്തമ ഭക്തനാക്കി ഭാഗ്യവാനാക്കി മാറ്റും. അതാണ് ദേവിയുടെ രഹസ്യം. കലിയുഗത്തിൽ ശരിക്ക് പറഞ്ഞാൽ അറിഞ്ഞാരാധിക്കാമെങ്കിൽ കാളീദേവിയെപ്പോലെ ഒരു ആരാധനാമൂർത്തി ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ വിഷ്ണുവും ശിവനുമോ എന്ന് സാറ് ചോദിച്ചാൽ ഞാൻ പറയും അത് ദ്വാപര യുഗത്തോടെ അവരുടെ റോളുകളൊക്കെ തീർന്നു. കൃപയുഗവും അതായത് സത്യയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് ദ്വാപര യുഗത്തിലാണല്ലോ മഹാഭാരത യുദ്ധം നടന്നത്, ധർമാധർമ്മ യുദ്ധം അല്ലേ? അതെ. ദ്വാപര യുഗം കഴിഞ്ഞതോടുകൂടി ദേവന്മാരുടെ ശക്തി കുറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞില്ലേ, സകല ദേവന്മാരുടെയും ശക്തി രൂപപ്പെട്ടതാണമ്മ, ഏകീകരിച്ചതാണമ്മ. അതുകൊണ്ട് കലിയുഗത്തിൽ ആരാധിക്കാൻ പറ്റിയ മൂർത്തി, അതായത് പാപങ്ങളിൽ നിന്ന് മുക്തമായി ധർമ്മം കൈവരിക്കാൻ പറ്റിയൊരു യുഗം കലിയുഗമാണ്. ഇത് ഇനി വരാൻ പോകുന്ന സത്യയുഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു യുഗമാണ് കലിയുഗം.
ഈ കലിയുഗത്തിൽ അറിയേണ്ട ദേവതയെ അറിഞ്ഞ് ആരാധിച്ചാൽ അടുത്ത സത്യയുഗത്തിലേക്ക് നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടും. മനസ്സിലായല്ലോ സാറിന് ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം? മനസ്സിലായി. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. കലിയുഗത്തിലെ പ്രത്യേകത അതാണ്. സത്യയുഗത്തിലെ മനുഷ്യായുസ് 1000 വർഷമായിരുന്നല്ലോ, അല്ലേ? 1000 വർഷത്തിൽ 750 വർഷം തപസ് ചെയ്യുന്നവനെ മോക്ഷമുള്ളൂ. എത്ര? 750 വർഷം. സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗം വന്നു. സത്യയുഗത്തിന് കൃപയുഗം എന്നുകൂടി പേരുണ്ടല്ലോ. ത്രേതായുഗം വന്നപ്പോൾ മനുഷ്യായുസ് 750 വർഷമാണ്. ഇതൊക്കെ തർക്കമുള്ള വിഷയം കൂടിയാണ്. സ്വാമി ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ബുദ്ധിമുട്ടും. കാരണം അങ്ങനെയല്ല, സത്യയുഗത്തിൽ 1000-ഉം ത്രേതായുഗത്തിൽ 600 വർഷവുമാണെന്ന അഭിപ്രായക്കാരുമുണ്ട് ഈ ചിന്ത ആധ്യാത്മിക ആചാര്യന്മാർക്കിടയിൽ. എന്തായാലും ആ 750 വർഷത്തിൽ 450 വർഷം തപസ് ചെയ്താലേ മോക്ഷമുള്ളൂ. 300 വർഷമേ അവന് ഈ ഭൗതിക ജീവിതമുള്ളൂ. ദ്വാപര യുഗത്തിൽ 500 വർഷമാണ് മനുഷ്യായുസ് എന്നാണ് കണക്ക് പറയുന്നത്. അതിൽ തർക്കമില്ല, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. 500 വർഷത്തിൽ 300 വർഷം തപസ് ചെയ്യണം. 200 വർഷമേ അവന് ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റൂ. കലിയുഗത്തിൽ 120 വർഷമായിട്ടാണല്ലോ നിജപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യായുസ്. ഇന്ന് 120 വയസ്സ് വരെ ഒന്നും ആരും കാണത്തില്ല. 65, 70, 75 അല്ല, കാരണം ബിവറേജസ് ഉള്ളത് കൊണ്ട് അത്രയും പോവില്ല. ഭരണകൂടങ്ങൾ കൊടുക്കുന്ന സുര ആണല്ലോ ബിവറേജസ്. അപ്പം അത് മോന്ത്യം പാമ്പിൻ്റെ ജന്മം തീർത്തോളും. ഇതൊരു തരം മേസി കില്ലിങ് ആണല്ലോ, ദയാവധമാണ് ഭരണകൂടങ്ങൾ ആളുകളോട് കാണിക്കുന്നത്. പതുക്കെ കൊല്ലുക, ഒരുമിച്ച് കൊല്ലണ്ട. അതാണ് പരിപാടി. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ വിഷയം ഭദ്രകാളി അമ്മയാണല്ലോ. അപ്പോൾ ഈ കലിയുഗത്തിലെ ഈ ഉപാസന മൂർത്തി ഭദ്രകാളിയാകുന്നതാണ് നല്ലത്. കേരളത്തിൽ സാറ് ഒരു വലിയ അന്വേഷകൻ കൂടിയാണല്ലോ, എനിക്കറിയാമല്ലോ. സാറത് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന പൂജാരിമാരിൽ 95% അവരുടെ ഉപാസനാമൂർത്തി ഭദ്രകാളിയാണ്. കാളി ഉപാസകരായിരിക്കും. ഞാൻ ഇത് അന്വേഷിച്ചിട്ടുണ്ട്. പൂജാരിമാർ മാത്രമല്ല, ആത്മീയമായി ചിന്തിക്കുകയും ആത്മീയമായി സംസാരിക്കുകയും ചെയ്യുന്ന 95%. അതെ അതെ, കാളി ഉപാസകരാണ്. കാളി ഉപാസകരുടെ കണ്ണുകൊണ്ട് കണ്ണിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെ, അവരുടെ കണ്ണ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ ഉപാസനാമൂർത്തി ഏതാണെന്ന് സാറിന് പറയാൻ പറ്റുമോ? സരസ്വതി ദേവി അല്ലേ? കറക്റ്റാണ്. നമ്മള് കലിയുഗത്തിൽ 120 വർഷം ആയുസേ ഉള്ളൂ. അതിൽ എത്ര വർഷം തപസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ആവശ്യത്തിലേക്ക് 120 വർഷം 120 വർഷം ആയുസ്സുള്ള മനുഷ്യന് തപസ് ചെയ്യേണ്ട കാര്യമില്ല. വ്യാസനും നാരദനുമടങ്ങുന്ന ഋഷി സമൂഹം മുഴുവനും അങ്ങനെ തന്നെ കൽപ്പിച്ചു. എന്താ കാരണം? കലിയുഗത്തിലെ മനുഷ്യന് തപസ് ചെയ്യാൻ തക്ക ശരീരമില്ല. വൃത്തികെട്ട ആഹാരം കഴിച്ചും വൃത്തികെട്ട ചിന്തകൾ കൊണ്ടും വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞും സമൂഹം മലീമസമാണ്. അവൻ കൊണ്ടു നടക്കുന്ന ശരീരം രോഗാതുരമാണ്. അനേകം രോഗങ്ങൾ വഹിക്കുന്ന ഒരു ഭണ്ഡാകാരമാണ് കലിയുഗത്തിലെ മനുഷ്യൻ്റെ ശരീരം. പിന്നെ എങ്ങനെ തപസ് ചെയ്യും? സാറ് പറയണം. തപസ് ചെയ്യാൻ പോയിട്ട് 1 മണിക്കൂർ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റുന്നില്ല തന്നല്ലോ. എന്നാൽ കലിയുഗത്തിലെ മനുഷ്യന് മോക്ഷം വേണ്ടേ? ആര് ചോദിക്കുന്നു? നാരദ മഹർഷി സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം എന്ന് പറയുന്ന വ്യാസഭഗവാനോട് ചോദിക്കുന്നു. ഭാഗവതത്തിൻ്റെ രചനാവൈഭവം വളരെ രസമാണ്. ഞാൻ ഭാഗവതം പറയില്ല, ഭാഗവതവുമായി ഇതുമായി കണക്ട് ചെയ്ത് പറയണം. അപ്പം നാരദ മഹർഷി വ്യാസ മഹർഷി ആലോചിച്ചു. ചോദ്യം നാരദ മഹർഷിയുടെ അതല്ലേ, നിസ്സാരമല്ലല്ലോ, അല്ലേ? പല അർത്ഥങ്ങളുണ്ടാവും, പല അർത്ഥങ്ങളുണ്ടാവും. മഹാജ്ഞാനിയല്ലേ? നാരദ ശൈലം എന്ന് പറഞ്ഞൊരു പർവ്വതമുണ്ട്. സാറ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നാരദ മഹർഷി തപസ് ചെയ്ത് സരസ്വതി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി
തപസ് ചെയ്തപ്പോൾ നാരദ മഹർഷി ഇരുന്ന ഗംഗാതീരത്തുള്ള ആ ഭൂമി വളരാൻ തുടങ്ങി. നാരദ മഹർഷി അറിയുന്നില്ല. നാരദ മഹർഷി ഇരുന്നത് ഒരു നിരന്ന ഭൂമിയിലാണ്. താനിരിക്കുന്ന സ്ഥലം ഒരു പർവ്വതമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മഹർഷി അറിയുന്നേയില്ല. സരസ്വതി പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കാൻ സമയത്താണ് ഇത്രയായിരം അടി പൊക്കത്തിലാണ് ഞാൻ തപസ് ചെയ്യുന്നത് നാരദ മഹർഷി അറിഞ്ഞത്. അത് വേറൊരു കഥയാണ്. അപ്പം നാരദ മഹർഷി ഈ ചോദ്യം ചോദിച്ചപ്പോൾ വ്യാസൻ പറഞ്ഞു, കലിയുഗത്തിലെ ഏറ്റവും 4 ചതുർയുഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധന്യമായ സുഖദായകമായ ജീവിതം നയിക്കാൻ പറ്റിയ യുഗം കലിയുഗമാണ്. കാരണം ആയുസ് 120 ഉള്ളൂ. അപ്പം മോക്ഷത്തിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞില്ല. എന്താ പറയാനൊന്നുമില്ല. തിരുനാമജപം. ഇഷ്ടദേവത ഏതോ ആ ദേവതയുടെ പുണ്യമായ നാമം ജപിക്കുന്നതാണ് കലിയുഗത്തിലെ മനുഷ്യന് മോക്ഷം. വളരെ എളുപ്പം. സോ ഈസി. സത്യയുഗം കണക്കാക്കി നോക്കുമ്പം സത്യയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കണക്കിലെടുക്കുമ്പോൾ ഈ 120 വർഷത്തിനകത്ത് ഇടയ്ക്കൊന്ന് മന്ത്രം ജപിച്ചാൽ പോരെ സാറേ മോക്ഷം കിട്ടാൻ, അല്ലേ? പക്ഷേ ആ മന്ത്രജപത്തിന് ഒരു ചിട്ടയും കാര്യങ്ങളുമൊക്കെ ഋഷീശ്വരന്മാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജപിക്കണം. സത്യം പറഞ്ഞാൽ ഗുരുമുഖത്തു നിന്നാണ് ദേവീ മന്ത്രം സ്വീകരിക്കുന്നതെങ്കിൽ ആ ആളിന് നിലവിളക്കോ മറ്റൊരുക്കുകളോ ഒന്നും വേണ്ട. എവിടെ യാത്ര ചെയ്യുമ്പോഴും എന്ത് കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും നാവിൽ ആ മന്ത്രം മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ആ ഒറ്റ കാര്യത്തിലൂടെ കലിയുഗത്തിലെ മനുഷ്യന് മോക്ഷം കിട്ടും. പലർക്കും ഇതറിയത്തില്ല. ചിലർ വിചാരിക്കും നിലവിളക്കം കത്തിച്ചു വെച്ച് അതിൻ്റെ മുമ്പിലിരുന്നാണ് നാമം ജപിച്ചാലേ ഈശ്വരൻ പ്രീതിപ്പെടുകയുള്ളൂ വിചാരിക്കും. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ വേണം. ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിക്കണം. കാരണം മന്ത്രരഹസ്യം എന്നൊരു സാധനം, ഒരു സംഗതി ഋഷീശ്വരന്മാർ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു കർണത്തിൽ നിന്ന്, ഒരു ചെവിയിൽ നിന്ന് അടുത്ത ചെവിയിലേക്ക് പോകണം. അത് എഴുതി പഠിക്കുക. എല്ലാ മന്ത്രങ്ങളും പല പുസ്തകങ്ങളില്ലേ, ഇഷ്ടംപോലെ മന്ത്രപുസ്തകങ്ങൾ നമ്മളെ കിട്ടുമല്ലോ. പിന്നെ കാളി മന്ത്രം, അതെ, എല്ലാം കിട്ടും. പിന്നെ അതുപോരാ, അങ്ങനെയല്ല. അതിന് ചിട്ടയായി ജപിക്കാനൊരു സമയം ഗുരു നിർദ്ദേശിക്കും. ആ സമയത്ത് കുളിച്ച് ഭസ്മക്കുറി ധരിച്ച് ശുദ്ധ വസ്ത്രം ധരിച്ച് സുഖാസനത്തിലിരുന്ന് എങ്ങനെയാണോ ഒരാളിരിക്കാൻ, ഇപ്പം പത്മാസനത്തിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല, കാര്യം കൈ വളയത്തില്ല. പറ്റില്ലെങ്കിൽ വേണ്ട, സുഖാസനം ഏതോ ആ ആസനത്തിൽ ഇരുന്നാൽ മതി. അങ്ങനെ ഇരുന്ന് മന്ത്രം ജപിക്കണം. എല്ലാ മന്ത്രത്തിനും ഒരു ചിട്ടയും ഒരു സമയവും ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പലർക്കും അതറിയത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പം പഞ്ചാക്ഷരിയാണ് സാറ് ജപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പഞ്ചാക്ഷരിയോ ഷഡാക്ഷരിയോ ആണ്. ഷഡാക്ഷരി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഹ്രീം എന്ന ഭുവനേശ്വരി ബീജം, പരാശക്തി ബീജം കൂടെ ചേർത്ത് ജപിക്കുന്നത് ഓം ഹ്രീം നമഃശിവായ, അതാണ് ഷഡാക്ഷരി. ആ മന്ത്രമാണ് ഗുരുവെന്ന് സ്വീകരിക്കുന്നതെങ്കിൽ അത് ഗുരു പറയും ഏറ്റവും കുറഞ്ഞത് 1 നാഴികയാണ് സമയമെന്ന്. 1 നാഴിക എന്ന് പറയുമ്പോൾ 24 മിനിറ്റും. അതിൽ കുറഞ്ഞൊരു ജപസമയമില്ല. 2, 3, 4 നാഴിക ജപിച്ചാൽ അത്രയും ഫലം കൂടും. പക്ഷേ 1 നാഴികയിൽ അതാണ് പറഞ്ഞത്. അതിനൊരു വീട്ടിലിരുന്ന് 1 നാഴികയെങ്കിലും ജപിക്കണം ചിട്ടയായിട്ട്. ബാക്കി സമയങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ കർമ്മനിരതരായിരിക്കുന്ന സമയത്തൊക്കെ ജപിക്കാം. അതെല്ലാം ഈ ജപസംഖ്യയിൽ കൂടും, ജപസംഖ്യ വർദ്ധിപ്പിക്കും. അതിൻ്റെ ഫലം സാധകന് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ വിഷയം മഹാകാളിയാണല്ലോ. അപ്പോൾ ആ കാളിയെ കലിയുഗത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ മുൻ ജന്മങ്ങളിലെ മുഴുവൻ പാപങ്ങളും അമ്മയുടെ നാമം, തിരുനാമം ജപിക്കുന്നതിലൂടെ ഭസ്മീകരിക്കപ്പെടും. മുൻജന്മ കർമ്മങ്ങളുടെ പാപങ്ങൾ ഭസ്മീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മൻ ശുദ്ധനായി, ശുദ്ധ മനസ്സനായി. ഈ ജന്മം നമ്മൾ സൂക്ഷിച്ചാൽ മതി. പിന്നെ ഈ ജന്മം സൂക്ഷിച്ചാൽ മതി. അവൻ്റെ ജന്മം സുഹൃതമായി, അവൻ ഭാഗ്യവാനായി, അമ്മയുടെ പാദങ്ങളിൽ അണയാനുള്ള സർവ്വവിധ യോഗ്യതകളും അവനായി. ഈ പറഞ്ഞതുപോലെ
കാളിയെ ഉപാസിക്കുമ്പോൾ തെറ്റുകൾ ചെയ്താൽ, ഉദാഹരണം സ്ത്രീകളോട് തന്നെ, സ്ത്രീകളോടായാലും ആരോടായാലും പാപങ്ങൾ ചെയ്ത് ഭൗതിക ധനം ഉണ്ടാക്കാൻ എടുത്താൽ അവൻ്റെ കഷ്ടകാലമാണ്. അമ്മ സഹിക്കില്ല. ഒരു പാപവും കാളി മാതാവ് സഹിക്കില്ല. ഒരു കാര്യം നമ്മളറിയണം, അമ്മയുടെ തിരുനാമം ജപിക്കുന്ന ഒരു ഭക്തന് അന്നവസ്ത്രാദികൾക്കോ ധനത്തിനോ ഒരു കുറവും വരില്ല. അമ്മ പട്ടിണിക്കിടില്ല, ഉറപ്പ്. അപ്പം പിന്നെ എന്തിനു സാറേ അവൻ സാറിൻ്റെ പോക്കറ്റിരിക്കണം, ഞാൻ തട്ടിയെടുക്കാൻ നോക്കണം, എനിക്കെല്ലാം ഉണ്ടല്ലോ.